ഹലോ! അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ കാളവേല വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് വേണ്ടിയിട്ടാണ് പറയണത്. ഇത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലെ ചീനിച്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇതാണ് മയങ്ങനാൽക്കൽ ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ ഈ അമ്പലത്തിലെ കാളവേലയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇത് ഫെബ്രുവരി 25-ാം തീയതി നടത്തേണ്ട വേലയായിരുന്നു. അപ്പോൾ അവർ കുടുംബത്തിലെ ഒരു മരണം നടന്നുകൊണ്ട് നീട്ടി വയ്ക്കുകയായിരുന്നു കേട്ടോ വേല. അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വേല കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ കുടയൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ. വീടിൻ്റെ അവിടുന്ന് ഒരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ റോട്ടിലെത്തിയപ്പോൾ ഇതാ കുറേ വേഷങ്ങളൊക്കെ ഇതുപോലെ കണ്ടു കേട്ടോ. അപ്പോൾ അതങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം. പിന്നെ ഇതാ കാളകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കാര്യമായിട്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെ കാണാനുള്ളൂ. പിന്നെ ഞാനിവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്തിരിക്കുക കേട്ടോ. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനി കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ട് മ്യൂട്ടാക്കിയതാണ്. പിന്നെ വേലയ്ക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാതെ എങ്ങനെ പോരുക. അപ്പോൾ ദേവൂട്ടന് ഇതാ ഒരു കണ്ണട വാങ്ങിച്ചു, ചെറിയൊരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു. പിന്നെ ഇത് ഞാനൊരു പാവക്കുട്ടി വാങ്ങിയിട്ടോ. അപ്പോൾ അത് എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇത് ചേച്ചിയുടെ മോളുടെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇത്തിരി നേരം കൂടെ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പം പിന്നെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ മതി, ബാക്കിയുള്ള കളകളൊക്കെ വീടിൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് അമ്പലത്തിലേക്ക് പോവുക. കണ്ണൻ പിന്നെ അവൻ്റെ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ അവരുടെ കൂടെ പോയിട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വിശേട്ടൻ്റെ ഏട്ടനും ഏട്ടൻ്റെ വൈഫ് മക്കൾ, വിശേട്ടൻ്റെ ചേച്ചിയുടെ മക്കൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ 2 വലിയ കാളകളുണ്ട് കേട്ടോ. അതാണ് ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറയാൻ. അപ്പോൾ അത്ര വലിയ കാളകൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ നമ്മുടെ കാളേനെ കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ ആക്സിൽ ഒടിഞ്ഞിട്ട് കാള മറിഞ്ഞു വീണ് കാളയ്ക്ക് പരിക്കൊക്കെ പറ്റി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ഒരു ന്യൂസ് കേട്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 വലിയ കാളകളുണ്ട്. ഇപ്പോൾ പരിക്ക് പറ്റിയ കാള പോന്നാലാണ് പുറകിലുള്ള കാളയ്ക്ക് പോരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ അത് വരുമോ വരില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടനും എടുത്തമ്മയൊക്കെ ഊണൊന്നും കഴിച്ചിട്ടില്ല. അവർ ചായയും പഴുത്ത ചക്കയൊക്കെ കഴിച്ച് വയറ് നിറച്ചായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കാണാതെ ആയപ്പോൾ ഇനി വരുന്നുണ്ടാവില്ലോ വിചാരിച്ച് അവരെല്ലാവരും പോയി. ചേച്ചിയും പോയി, എടുത്തമ്മ എല്ലാവരും പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കിടന്നതിന് ശേഷമാണ് പിന്നെ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് കൊട്ടും മേളൊക്കെ കേൾക്കണത്. അപ്പം മറിഞ്ഞു വീണ കാളയുടെ പുറകിലുള്ള കാള വരികയായിരുന്നു. അപ്പം ഞങ്ങൾ ഇരുട്ടത്ത് തപ്പി തടഞ്ഞ് സിറ്റ് ഔട്ടിൽ വന്നിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു 6 മണിക്ക് അവർ ലൈൻ ഓഫ് ആക്കി ഉണ്ടായിരുന്നു കാളകൾക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 12:30 മണി കഴിഞ്ഞിട്ടാണ് കറണ്ടൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ കാളയുടെ പോക്കോട് കൂടിയിട്ട് നമ്മുടെ വേല അവസാനിച്ചു. ഇതിനേക്കാളും വലിയ കാളായിരുന്നു കേട്ടോ നമ്മൾ മറിഞ്ഞു വീണു എന്ന് പറഞ്ഞ കാള. എല്ലാ വർഷത്തെയും പോലെയും അത്രയ്ക്ക് അങ്ങോട്ട് കേമായില്ലെങ്കിലും ഉള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.